ഇപ്പോൾ കൽപ്പറ്റയിൽ ഒരു കെട്ടിടം തകർന്നു വീണിരിക്കുന്നു മഴയിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കാണാം, ഒരു പഴയ കെട്ടിടമാണെന്ന് തോന്നുന്നു. ഭാഗ്യത്തിന് ആളപായമില്ല. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. മുകൾ ഭാഗം കാണാം. അതിന് തൊട്ടപ്പുറത്തെ കെട്ടിടത്തിന്റെ ഭാഗങ്ങൾക്കൊന്നും കുഴപ്പമില്ല. വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കൽപ്പറ്റ ടൗണിലാണ് സംഭവം. ആ ശ്രീത്താണ് വിവരങ്ങളുമായുള്ളത്. ശ്രീത്ത്, ഇപ്പോൾ പഴക്കം ചെന്ന കെട്ടിടമാണെന്ന് തോന്നുന്നു. എങ്ങനെ തകർന്നു വീണതാണ്? അവിടെ മഴ ശക്തമാണല്ലേ? ശ്രീത്ത്, കേൾക്കാമോ? ഫയർഫോഴ്സിന്റെ വാഹനം. മഴ വലിയ തോതിൽ ശക്തമാണ്. രാവിലെ മുതൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇത് കേൾക്കാം സ്മൃതി, ഇത് പഴക്കം ചെന്നൊരു കെട്ടിടമാണ്. ഇത് പൊളിക്കാനിരുന്ന കെട്ടിടമാണ്. എന്നാൽ താഴത്തെ നിലയിൽ കടകൾ പ്രവർത്തിച്ചു വരികയായിരുന്നു. ഒരു വെളിച്ചെണ്ണ മറ്റും വിൽക്കുന്ന കടയുണ്ട്, ലോട്ടറി കടയുണ്ട്, ഒപ്പം ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ടായിരുന്നു. ഈ 4 കടകളാണ് താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത്. ഹലോ കേൾക്കാൻ പറയൂ ശ്രീ. ഹലോ കണക്ഷൻ പ്രോബ്ലം ഉണ്ട്. ഹലോ, വയനാടാണ്. കൽപ്പറ്റ ടൗണിൽ ബിൽഡിംഗ് എന്നാൽ താഴത്തിന്റെ പ്രവർത്തിക്കുന്ന കടകൾ ഒഴിഞ്ഞു പോകാത്തതുകൊണ്ടാണ് ഇത് പൊളിക്കുന്നത് വൈകിയെന്നാണ് ഇപ്പോൾ നാട്ടുകാരെന്ന് അറിയാൻ കഴിയുന്നത്. കൽപ്പറ്റ ആനപ്പാലം ജംഗ്ഷനിൽ മുണ്ടേക്ക് റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ്, മെയിൻ റോഡിൽ തന്നെയാണ് ഈ കടകൾ താഴ്ന്നു കൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റ് മുമ്പാണ് പഴക്കം ചെന്ന കടയാണ്. ഇത് പൊളിക്കണമെന്നും മറ്റും നോട്ടീസ് കൊടുത്തിരുന്നതാണ്. എന്നാൽ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന കടകൾ ഒഴിഞ്ഞു പോകാത്തതുകൊണ്ടാണ് ഇത് പൊളിക്കുന്നത് വൈകിയെന്നാണ് ഇപ്പോൾ നാട്ടുകാരിലെന്ന് അറിയാൻ കഴിയുന്നത്. കൽപ്പറ്റ ആനപ്പാലം ജംഗ്ഷനിൽ മുണ്ടേരിക്ക് പോകുന്ന റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ്, മെയിൻ റോഡിൽ തന്നെയാണ് ഈ കടകൾ താഴ്ന്നു വേണ്ടിയിരിക്കുന്നത്. 10 മിനിറ്റ് മുമ്പാണ് അപകടം. മുഖ്യമന്ത്രി കോടനാട് ക്യാമ്പ് സന്ദർശിച്ച് ഈ വഴി മടങ്ങി തൊട്ട് പിന്നാലെയാണ് ഈ കട തകർന്നു വീണതെന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റും പറയുന്നത്. എന്തായാലും ആളുകൾക്ക് വലിയ തോതിൽ പരിക്കോ ജീവാപായം ഒന്നുമില്ല. എന്നാൽ ഈ കെട്ടിടം തകർന്നു വീണ് പെട്ടെന്ന് റോഡിലേക്ക് തകർന്നു വീണത് ഒരു വലിയൊരു അപകടമായി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും എത്തി ഈ കടകളുടെ മുന്നിൽ നിന്ന് ഈ സാധനങ്ങൾ മറ്റും ഒഴിപ്പിക്കാൻ നോക്കുകയാണ്. എന്തായാലും 5 മുറി കടകൾ താഴത്തെ നിലയിലുണ്ടായിരുന്നു. മുകളിലും ചില സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു. ഇത് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടും പുതിയ കെട്ടിട നിർമ്മാണ പ്ലാനുമായി ബന്ധപ്പെട്ടും ഇത് ഈ കടകൾ പൊളിച്ചു മാറ്റണമെന്ന് അടക്കമുള്ള നോട്ടീസ് പൊളിക്കാൻ ചെന്നതാണ് പുതിയ കെട്ടിടം നോക്കുന്നതായത്. എന്നാൽ താഴത്തെ നിലയിലെ കടകൾ മറ്റും ഒഴിഞ്ഞു പോകാത്തതുകൊണ്ടാണ് ഇത് പൊളിക്കൽ വൈകിയത് എന്നാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. സമയമാണ്. കടയിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ പഴകിയ കെട്ടിടം മുകൾ ഭാഗം പൊളിഞ്ഞു വീഴുമ്പോൾ താഴത്തെ കട അങ്ങനെ തന്നെയുണ്ട്. ആ ഭാഗത്തിനൊന്നും പറ്റിയിട്ടില്ല. അവർ ഒഴിയാത്തതുകൊണ്ടാണ് ഈ കട മാറ്റിപ്പണിയാൻ പറ്റാഞ്ഞതെന്നും പറയുന്നു. ഈ കടയിൽ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? കടയിൽ ആരും സ്മൃതി, ആർക്കും പരിക്കൊന്നുമില്ല. വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ആർക്കും പരിക്കൊന്നുമില്ല. എന്നാൽ ഈ കെട്ടിടം പെട്ടെന്ന് തകർന്നു വീഴുകയാണ്. നേരത്തെ നമുക്ക് അറിയാം, ഇവിടെ കെട്ടിടം പഴയ കെട്ടിടമാണ്. പൊളിച്ചു മാറ്റാനും മറ്റും കടന്നു പോവുകയല്ല, ഉടനെ പോകും. ഭാഗ്യം കൊണ്ട് ആർക്കൊന്നും സംഭവിച്ചില്ല. കടയിൽ ആളുണ്ടായിരുന്നില്ല. ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ഫുട്പാത്തിലോ അതിൻ്റെ ഉള്ളിലോ ആർക്കും ഒരു പരിക്കില്ല. ആർക്കും ഒരു പരിക്കില്ല. സ്മൃതി, ആർക്കും പരിക്കൊന്നുമില്ല. വളരെ ആശ്വാസകരമായ വാർത്തയാണ്. ആർക്കും പരിക്കൊന്നുമില്ല. എന്നാൽ ഈ കെട്ടിടം പെട്ടെന്ന് തകർന്നു വീഴുകയാണ്. നേരത്തെ നമുക്ക് അറിയാം, ഇവിടെ കെട്ടിടം പഴയ കെട്ടിടമാണ്, പൊളിച്ചു മാറ്റാനും മറ്റും ഇരുന്നതാണ്. എന്നാൽ ഈ കടകൾ മറ്റും ഒഴിയാത്തതുകൊണ്ടാണ് പൂർണ്ണമായി കെട്ടിടം പൊളിച്ചു മാറ്റാൻ കഴിയാതിരുന്നത്. എന്തായാലും ആർക്കും പരിക്കില്ല. നേരിയ പരിക്ക് പോലുമില്ല. ഫുട്പാത്തിലൂടെ മറ്റും ആളുകൾ നടന്നു പോകുന്ന സമയമായിരുന്നു ഇത്. എന്തായാലും വലിയ തോതിൽ അപകടമില്ലാതെ ഈ സംഭവം ഉണ്ടായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടത്തിയപ്പോൾ ഫയർഫോഴ്സും ഒപ്പം തന്നെ പോലീസും സ്ഥലത്തെത്തി ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് റോഡിൽ നിന്ന് മാറ്റുകയാണ്. കാരണം ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ആളുകളെ നടക്കുന്ന ഒരു അപകടമാണ് ഈ ദുരന്തത്തിന് പിന്നാലെ ഈ കൽപ്പറ്റ ടൗണിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടയിൽ തന്നെയാണ് ഇങ്ങനെയൊരു വാർത്ത കൂടി വരുന്നത് എന്നുള്ളതാണ്. ഉരുൾപൊട്ടലുണ്ടായത് മുണ്ടക്കൈ ഭാഗത്താണെങ്കിൽ ഇതിപ്പോൾ വയനാട്ടിലെ പട്ടണ പ്രദേശമാണ്. കൽപ്പറ്റ ടൗണിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കടകൾ ഒരുപാട് കടമുറികൾ ഈ ഭാഗത്തുണ്ട്. പക്ഷേ ഇത് അല്പം പഴക്കം ചെന്ന കടയാണ്. പഴക്കം ചെന്ന കടകൾ
മാറ്റണം, പുതുക്കി പണിയണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്ന കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ഭാഗ്യത്തിന് ആ കടയിൽ ആരും ഉണ്ടായിരുന്നില്ല. പകൽ സമയമാണെങ്കിൽ സ്വാഭാവികമായും ആളുണ്ടാവേണ്ടതാണ്. പക്ഷേ ആളുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെ വലിയ ദുരന്തം ഒഴിവായി. മാത്രമല്ല ഈ കെട്ടിടം തകർന്നു വീണ് താഴെയുള്ളവർക്കും പരിക്ക് പറ്റാമായിരുന്നു, അതും ഒഴിവായിരിക്കുന്നു ഭാഗ്യത്തിന്. കെട്ടിടത്തിൻ്റെ താഴെയുള്ള കടകൾ അത് ഒഴിയാൻ ആവശ്യപ്പെട്ടും അവർ ഒഴിയാത്തത് കൊണ്ടാണ് ഇത് പുതുക്കി പണിയാൻ കഴിയാതിരുന്നത് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഫയർഫോഴ്സ് മുകളിലേക്ക് എത്തി ഈ പൊളിഞ്ഞ ഭാഗങ്ങൾ എടുത്തു മാറ്റാനാണെന്ന് കരുതുന്നു. ഫയർഫോഴ്സ് മുകളിലേക്ക് പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ദുരന്തത്തിനിടെ മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നു വയനാട്ടിൽ നിന്നാണ്. മഴ തോരുന്നില്ല, ശക്തമായ മഴ വലിയ തോതിൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. കടയ്ക്ക് മുകളിൽ തന്നെ വലിയൊരു ഹോർഡിങ്ങും സ്ഥാപിച്ചിട്ടുണ്ട്. പൊട്ടിയ ഭാഗങ്ങൾ താഴേക്കിടുകയാണ്. ഓടിട്ട കെട്ടിടമായിരുന്നു.